മെയ് 11 ഞായറാഴ്ച സ്വാതി തിരുനാൾ ജയന്തിയാണ്. സ്വാതി തിരുനാളിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം വലിയൊരു സംഗീതജ്ഞനായിരുന്നു. സംഗീതകൃതികൾ ഇഷ്ടം പോലെ രചിച്ചിട്ടുള്ള ആളാണെന്ന്. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതലായിട്ട് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. അദ്ദേഹം സ്വാതി തിരുനാൾ രാമവർമ്മയാണ്. ചോതി നക്ഷത്രത്തിൽ ജനിച്ചത്, അതായത് സ്വാതി നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ടാണ് അദ്ദേഹം സ്വാതി തിരുനാളായത്. നമ്മൾക്കറിയാലോ, തിരുവിതാംകൂർ രാജാക്കന്മാരെല്ലാവരും അങ്ങനെ അത് അനിഴം തിരുനാൾ, കാർത്തിക തിരുനാൾ, ചിത്തിര തിരുനാൾ, ഇങ്ങനെയാണ് നമ്മൾ അവരുടെ പേരുകൾ കേൾക്കാറുണ്ട്. ഇദ്ദേഹം ഈ സ്വാതി നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ടാണ് സ്വാതി തിരുനാൾ രാമവർമ്മയായത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചങ്ങനാശ്ശേരി ലക്ഷ്മി വിലാസത്തിൽ രാജരാജവർമ്മയായിരുന്നു. അദ്ദേഹത്തെ ഗർഭശ്രീമാൻ എന്നും കൂടി പറയുന്നുണ്ട്. കാരണം ഗർഭത്തിൽ നിന്നും പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് രാജപദവി വന്നു ചേർന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഗർഭശ്രീമാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലേക്കുള്ള ആ താല്പര്യത്തിന് കാരണഭൂതനായി തീർന്ന് ഇരയിമ്മൻ തമ്പിയാണ്. ഒറ്റ താരാട്ടുപാട്ട് മാത്രം മതിയല്ലോ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾക്കറിയാനായിട്ട്. ഓമന തിങ്കൾ കീടാവോ എന്നുള്ള ആ പാട്ട്. അദ്ദേഹം ഇവിടുത്തെ രാജ കുടുംബത്തിലെ അവിടുത്തെ സദസ്സിലെ ഒരു അംഗമായിരുന്നു. അങ്ങനെ നമ്മുടെ സ്വാതി തിരുനാളുമായിട്ട് അടുത്തു. അദ്ദേഹത്തിന് ആ സംഗീതത്തിൽ താല്പര്യമൊക്കെ ജനിപ്പിച്ചു. സ്വാതി തിരുനാൾ 5 ഭാഷകളിൽ ഈ കീർത്തനങ്ങളും അങ്ങനെയുള്ള കൃതികളുമൊക്കെ രചിച്ചിട്ടുണ്ട്. അതായത് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ അങ്ങനെയൊക്കെ. അതേപോലെ തന്നെ 20 ഭാഷ അദ്ദേഹത്തിന് അറിയാമായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയൊരാളായിരുന്നു അദ്ദേഹമെന്ന്. 1813 അദ്ദേഹം ജനിച്ചത്, ഏപ്രിൽ 16 അതേസമയം 1846 ഡിസംബർ 25 നാട് നീങ്ങുകയും ചെയ്തു. അതായത് വെറും 33 വർഷമാണ് അദ്ദേഹം ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നത്.